നമ്മൾ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും കൂട്ടരും ശബരിമലയെ തൂക്കിവിട്ടോ ജോഷി. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ സന്നിധാനത്തേക്കുള്ള നെയ് കുംഭകോണത്തിലും PS പ്രശാന്തിനെയും കൂട്ടരെയും പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അഴിമതിയിൽ പ്രശാന്ത് വീണ്ടും പ്രതിയാകുന്നതോടെ CPIM കൂടുതൽ പ്രതിരോധത്തിലാവും. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചിലരും പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും അടക്കമുള്ളവർ ചേർന്ന് കബളിപ്പിച്ചത്. ഇക്കാര്യത്തിൽ പ്രശാന്ത് അടക്കമുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും 86 ലക്ഷം രൂപയുടെ ക്രമക്കേടെന്നുമാണ് പ്രാഥമിക നിഗമനം. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ്. 1. കഴിഞ്ഞ മണ്ഡലകാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള നിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്തെത്തിച്ച് വിതരണം ചെയ്തു. മിൽമ നെയ്യുടെ മറവിലായിരുന്നു തട്ടിപ്പ്. 2. വിപണി വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് നെയ്യ് വാങ്ങിയത് വഴി 2,30,00,000 രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടായി. 3. നെയ്യ് വിതരണത്തിനുള്ള ടെൻഡർ റദ്ദാക്കിയതും മിൽമയിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ദുരൂഹ ഇടപാടിന് അനുമതി നൽകിയതും PS പ്രശാന്താണ്. 4. നെയ്യ് ക്രമക്കേടിനു പുറമെ അഭിഷേകത്തിന്റെ മറവിൽ മെയിൻ സ്റ്റോറിലേക്ക് ആവശ്യമായതിന്റെ 5 ഇരട്ടിയിലേറെ സാധനങ്ങൾ അധികമായി വാങ്ങിക്കൂട്ടിയതിന് പിന്നിലും അഴിമതി സംശയിക്കുന്നു. PS പ്രശാന്തിനെ മാത്രമല്ല 2025 സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ചിലർ കൂടി ഈ കേസിലും പ്രതികളാകുമെന്നാണ് വിവരം. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. S. വിജയകുമാർ, കാലാവധി കുറഞ്ഞു പോയത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ? സ്വർണം, നെയ്യ്, ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും? എന്തെങ്കിലും മിച്ചമുണ്ടോ അവിടെ? ഒരു ടൈം കൂടെ നീട്ടി കൊടുത്തിരുന്നെങ്കിലോ സുജയ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാശം ഇവരവിടെ ഉണ്ടാക്കുമായിരുന്നു, തർക്കമില്ല. സുജയ, ഞാൻ വിചാരിക്കായിരുന്നു, നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ്, ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇരുമുടിക്കെട്ടിൽ ഈ നെയ്ത്തേങ്ങ, അതിൽ നെയ്യ് നിറച്ച് എത്ര പവിത്രമായി, എത്ര ഭക്തിയാദരപൂർവ്വമാണ് അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ നെയ്യ് കൊണ്ടുപോകുന്നത്. അതിന് സമാനമായി നെയ്യ് കൊണ്ടുവരികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതൊരു സ്ഥലത്ത് വെച്ച് മാറി വ്യാജ നെയ്യ് ചേർത്ത് സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവരെ പറ്റി നമുക്ക് പറയാൻ കഴിയുക? ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയോ മേൽശാന്തിയോ ഒക്കെ പറഞ്ഞാൽ മതി, അയ്യപ്പ ഭക്തർ അവിടേക്ക് വേണ്ട മുഴുവൻ നെയ്യും എത്തിച്ചു കൊടുക്കും. അവരുടെ ഇരുമുടിക്കെട്ടിൽ ഇപ്പോൾ 1 തേങ്ങ കൊണ്ടുവന്നവർ 5 തേങ്ങ കൊണ്ടുപോകും, 5 കൊണ്ടുപോകുന്നവർ 10 കൊണ്ടുപോകും, 10 കൊണ്ടുപോകുന്നവർ 20 കൊണ്ടുപോകും. അപ്പോൾ അവിടെ അയ്യപ്പന് അഭിഷേകത്തിന് നെയ്യുടെ ഒരു കുറവുമില്ലാതെ നോക്കാൻ ഈ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് കഴിയും. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദയവായി ഇത്തരം ജോലികളിൽ നിന്ന് മാറി നിൽക്കുക, അതൊക്കെ ഭക്തരെ ഏൽപ്പിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അല്ലെങ്കിൽ അവിടെ മുഴുവൻ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പ്രശാന്തിന്റെ ടീമിന് കാലാവധി നീട്ടിക്കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. അതുകൊണ്ട് ഇപ്പോഴുള്ളതെങ്കിലും അവിടെ ബാക്കിയുണ്ടെന്ന് നമുക്ക് സമാധാനിക്കാം. സൂചയ ജോഷി, സർവത്ര കൊള്ള എന്നുള്ളതല്ലേ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്? ഈ 2025 ഈ സ്വർണ്ണക്കൊള്ളയിലുണ്ടല്ലോ ഈ പറയുന്ന PS പ്രശാന്തിനെ പ്രതി ചേർത്തപ്പോൾ പ്രശാന്ത് പ്രതിയാണോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇതിൽ യാദർച്ഛികമായി പെട്ടുപോയതാണോ എന്നൊക്കെ സംശയമാണ്. പക്ഷേ പിന്നീട് അതിന്റെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രശാന്തിന്റെ പങ്കാളിത്തം ഇത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ ഈ നെയ്യുടെ വിഷയം വന്നപ്പോഴാണ് കേട്ടോ. കാരണം ആ പ്രശാന്ത് അതിലെ രേഖകളിൽ ഒപ്പിട്ടത്, ശുപാർശ ചെയ്ത് ഒക്കെ കാണുമ്പോഴാണ് ഈ ശബരിമലയെ കൊള്ളയടിക്കാൻ ഈ 2023 മുതൽ ഒരു ഗൂഢസംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നേ. ആ ഗൂഢസംഘം ആരാണ്? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളികളായ ആളുകൾ തന്നെയാണ് ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരാൻ പോകുന്നത്. നോക്കിയിരുന്നോ, കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ കമ്പനി, ഈ നെയ്യുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ, ഒരു പ്രമുഖ കമ്പനി ലിറ്ററിന് 369 രൂപ നിരക്കിൽ നെയ്യ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മിൽമയുടെ നെയ്യ്, നല്ല ഗുണനിലവാരമുള്ള മിൽമയുടെ നെയ്യ് നല്ലതൊക്കെയാണ്, ആ നെയ്യ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയിൽ നിന്ന് 1.65 ലക്ഷം ലിറ്റർ നെയ്യാണ് വാങ്ങാനായിട്ട് തീരുമാനിച്ചത്. അതിലൂടെ ഉണ്ടായ നഷ്ടമാണ് 2.28 കോടി രൂപ. എന്നിട്ട് ഈ നെയ്യ് അഭിഷേകത്തിനായിട്ട് ശബരിമല സന്നിധാനത്തെത്തിയോ? ഇല്ല. അതിന് പകരം പോയ നെയ്യ് വഴിയിൽ നിന്ന് മാറ്റിയ നെയ്യാണ്. അപ്പോൾ ഈ മറിച്ച് വിറ്റതിലൂടെ, മിൽമയുടെ നല്ല നെയ്യ് മറിച്ച് വിറ്റതിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന പണം അത് ആരിലേക്കാണ് പോയിരിക്കുന്നത് അതറിയണം. മാത്രമല്ല, ഇരുമുടിക്കെട്ടിൽ നേരത്തെ S. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് അഭിഷേകത്തിനായി നെയ്യ് കൊണ്ടുവരാനൊക്കെ തയ്യാറാണ്. അവർ ഭക്തി പുരസരം നെയ്ത്തേങ്ങ നിറച്ച് അങ്ങനെ കൊണ്ടുവന്നോളും. ഈ കള്ളക്കളികൾ, ഈ കള്ളന്മാരെ അവിടെ നിന്ന് പുറത്താക്കി അവിടെ പുണ്യാഹം തളിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജോഷി, അപ്പോൾ DNA ചോദിക്കാത്ത ചോദ്യം എന്താണ്? ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ തന്നെ ബോർഡിന് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ
ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിനല്ലേ? പാർട്ടി നാമനിർദ്ദേശം ചെയ്ത വ്യക്തികൾ തുടർച്ചയായി ക്ഷേത്രഭരണത്തിൽ അഴിമതി കേസുകളിൽ പ്രതികളാകുമ്പോൾ അത് CPM-ന്റെ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നില്ലേ എന്നുകൂടിയാണ് DNA ചോദിക്കുന്നത്. മറുപടി പറയാതെ ഒഴിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ തുറന്നു പറയണം. എങ്ങനെയാണ് ഈ കള്ളത്തരം നടന്നത്? ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നോ പാർട്ടി എന്നുള്ളതും അറിയണം.